വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു ബട്ടർ ചിക്കൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇത് അപ്പം, ഇടിയപ്പം, പൊറോട്ട, നാൻ എന്തിൻ്റെ കൂടെ നല്ല അടിപൊളി കോമ്പിനേഷനാണ്. അപ്പോൾ ഈ ഒരു ബട്ടർ ചിക്കനിൽ നമ്മളൊരു ഇൻഗ്രീഡിയൻസ് കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അതും കൂടി ആഡ് ചെയ്താൽ നമ്മളുടെ ബട്ടർ ചിക്കൻ്റെ രുചി ഇരട്ടിയാകും. അപ്പോൾ ഈ ഒരു രീതിയിൽ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല എങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ബോൺലെസ് ചിക്കനാണ് എടുത്തിരിക്കുന്നത്. എല്ലോട് കൂടിയ ചിക്കനോ അല്ലെങ്കിൽ ബോൺലെസ് ചിക്കനോ ഏത് വേണമെങ്കിലും എടുക്കാവുന്നതാണ്. നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഈ ഒരു രീതിയിലുണ്ട്. ഒരുപാട് ചെറുതുമല്ല ഒരുപാട് വലുതും അല്ലാത്ത രീതിയിൽ മീഡിയം സൈസിലാണ് നമ്മളിവിടെ കട്ട് ചെയ്തിരിക്കുന്നത്. ഇത് എന്താ പറയുക, നമ്മൾക്ക് അപ്പം ബോൺലെസ് ചിക്കനാണ് നമ്മളിവിടെ. നമുക്ക് എല്ലോട് കൂടിയ ചിക്കനും വേണമെങ്കിലും എടുക്കാം. അപ്പോൾ ഇനി നന്നായിട്ട് കഴുകിയിട്ട് ഇത് നമ്മൾ വെള്ളമെല്ലാം മാറ്റിയിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ആദ്യം തന്നെ ഉപ്പിട്ട് കൊടുക്കാം. അതിനുശേഷം ഇതൊന്ന് എന്താ പറയുക, കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ കാശ്മീരി ചില്ലി പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത്. അത് നമുക്ക് ഒരു 1.5 ടീസ്പൂണോളം ഇട്ട് കൊടുക്കാം, കാരണം ഒരുപാട് എരിവൊന്നും ഉണ്ടാവില്ലല്ലോ. ഇനി നമുക്ക് ഇതിലേക്ക് ഗരം മസാലയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഏകദേശം ഒരു 2 ടീസ്പൂണോളം ഞാനിവിടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അത് നമ്മുടെ ചിക്കൻ്റെ അളവനുസരിച്ച് കൂട്ടിയും കുറച്ചും കൊടുക്കാം. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതിലേക്ക് നമ്മൾ ഒരു ഇൻഗ്രീഡിയൻസും കൂടി വിട്ടുപോയിട്ടുണ്ട്. ഇത് ലാസ്റ്റാണ് കേട്ടോ ഞാൻ ആഡ് ചെയ്തത്. അത് വീഡിയോ എടുക്കാൻ വിട്ടുപോയി. തൈരാണ്. ഒരു 1-2 ടീസ്പൂണോളം തൈരും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് തൈരിൻ്റെ ആവശ്യമില്ല. അപ്പോൾ എന്നിട്ട് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇത് വെക്കാം. അപ്പോൾ ഒരു അരമണിക്കൂറിന് ശേഷം ഞാനിവിടെ ഈ ഒരു ചിക്കൻ വറുത്തെടുക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കുകയാണ്. ഓയിലിൽ വേണമെങ്കിൽ ബട്ടർ വേണമെങ്കിൽ ഇടാം നമുക്ക്. അപ്പോൾ ഞാൻ കറി ഉണ്ടാക്കുമ്പോഴാണ് ബട്ടർ ഇടുന്നത്. അപ്പോൾ ഈ നമുക്ക് ചിക്കൻ ഇതുപോലെ ഓരോന്നായിട്ട് ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ എണ്ണ നന്നായിട്ട് തിളച്ചതിന് ശേഷം മാത്രമേ ഈ ചിക്കൻ ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. അപ്പം ഞാൻ ആദ്യം തന്നെ പറഞ്ഞിരുന്നു, തൈര് ഇടാൻ ഞാൻ ആദ്യം വീഡിയോ എടുക്കാൻ വിട്ടുപോയിട്ടുണ്ട്. അപ്പോൾ തൈരും കൂടി ആഡ് ചെയ്യുമ്പോഴാണ് ഈ ഒരു ചിക്കൻ നല്ല സോഫ്റ്റ് ഉണ്ടാകുക. അപ്പോൾ നമ്മളെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തിരിച്ച് മറിച്ചിട്ടൊന്ന് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പം ആദ്യം നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് പിന്നെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളിലൊക്കെ എല്ലാം നന്നായിട്ട് തന്നെ കിട്ടും. അപ്പോൾ അതെ, ഞാനിത് എല്ലാം ഒരു സൈഡ് ആയപ്പം മറ്റേ സൈഡ് ഇതുപോലെ മറിച്ചിട്ട് കൊടുത്ത് കുക്ക് ചെയ്യുകയാണ്. അപ്പോൾ എല്ലാ സൈഡും ഇതുപോലെ തന്നെ തിരിച്ച് മറിച്ച് വിട്ട് ഏകദേശം ഒരു 10 മിനിറ്റോളം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ഇപ്പോൾ ഇപ്പോൾ നന്നായിട്ട് തന്നെ തിരിച്ച് മറിച്ച് വിട്ട് നന്നായിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു ബൗളിലോട്ട് മാറ്റാം. അപ്പോൾ നമ്മൾ 2 ട്രിപ്പായിട്ടാണ് നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ അടുത്ത സെക്ഷൻ ഇതുപോലെ തന്നെ ഞാൻ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അത് നമുക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ ആ എണ്ണയിൽ തന്നെയാണ് കേട്ടോ നമ്മൾ ബാക്കിയുള്ള ചേരുവകൾ കൂടി എടുക്കുന്നത്. അപ്പോൾ അതിൽ കൂടുതൽ എണ്ണ ഉണ്ടെങ്കിൽ കുറച്ച് മാറ്റിയിട്ട് നിങ്ങൾക്ക് എത്രയാണോ എണ്ണ വേണ്ടത് അതനുസരിച്ച് എടുക്കുക. അതിലേക്ക് ഞാൻ 2 വലിയ സവാളയാണ് കട്ട് ചെയ്തിട്ട് റഫ് കട്ടാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. അതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അത് എന്താ പറയുക, നന്നായിട്ടൊന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ആഡ് ചെയ്യാം. ഉപ്പും കൂടി ഇടുമ്പോൾ പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടും. അപ്പോൾ അതിന് മുന്നേ നമുക്ക് ഇതിലേക്ക് നമ്മൾ ആദ്യം ചിക്കനിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബാക്കി കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഒരു 1.5 ടീസ്പൂണോളം ബാക്കി ഉണ്ടാവും. അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ആ ഒരു പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു പച്ചമണം മാറിയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഇതിലേക്ക് ഉപ്പിട്ട് കൊടുത്തിട്ടില്ലായിരുന്നു. അപ്പോൾ ഉപ്പ് കൂടി ഇപ്പോൾ ഇട്ട് കൊടുക്കുകയാണ്. ആവശ്യമായ ഉപ്പ്, നമ്മൾ ചിക്കനിൽ ഓൾറെഡി ഉപ്പ് ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് ആവശ്യമായ ഉപ്പ് ഇട്ട് കൊടുക്കുക. ഉപ്പ് ഒരിക്കലും കൂടി പോകരുത്. ആദ്യം കുറച്ചിട്ടിട്ട് പിന്നെ വേണമെങ്കിൽ കറിയിൽ ഇട്ട് നോക്കിയാൽ മതി. അപ്പോൾ സവാളയും നന്നായിട്ടൊന്ന് വഴന്ന് വരുമ്പോൾ അതിലേക്ക് തക്കാളി, 2 മീഡിയം സൈസ് തക്കാളിയാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. തക്കാളിയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ തക്കാളി ഒരു 5 മിനിറ്റോളം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്യാവുമ്പോൾ പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടും. ഇതിലേക്ക് ഞാൻ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന കാഷ്യൂ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 10-15 കാഷ്യൂ ആണ് എടുത്തിരിക്കുന്നത്. അതും കൂടി ഇട്ടിട്ട് ഒന്നും കൂടി വഴറ്റിയെടുക്കാം. അപ്പോൾ ഫ്ലെയിം ഒരിക്കലും കൂട്ടി വെക്കരുത്. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ഒന്ന് വഴറ്റിയെടുക്കാൻ വേണ്ടി, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. ഇപ്പോൾ ഇത് നന്നായിട്ട് തന്നെ വഴന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മസാലകൾ ഇട്ട് കൊടുക്കാം. ഒരു നുള്ളു മഞ്ഞൾപ്പൊടി, പിന്നെ വേണ്ടത് ഒരു ടീസ്പൂണോളം കാശ്മീരി ചില്ലിയാണ് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി 1 ടീസ്പൂണോളം ഗരം മസാല. നമ്മളിതിലേക്ക് കാശ്മീരി ചില്ലിയാണ്, എരിവില്ലാത്ത മുളക് പൊടിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. കാരണം ബട്ടർ ചിക്കനൊന്നും ഒരുപാട് എരിവിൻ്റെ ആവശ്യമൊന്നുമില്ല. പിന്നെ മസാലയുടെ ആ ഒരു എരിവൊക്കെ തന്നെ മതിയാവും. അപ്പോൾ അതും കൂടി ഇട്ടിട്ട് നമുക്ക് ആ ഒരു എന്താ പറയുക, മസാലയുടെ ഒക്കെ പച്ചമണം മാറുന്നവരെ ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി നമുക്കിത് ചൂടാറിയതിന് ശേഷം ഒന്ന് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കണം.
അപ്പോൾ ഇത് ഇപ്പോൾ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട്. ചൂടാറിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതേ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇനി നമുക്ക് ഈ ഒരു പാനിൽ തന്നെ ഞാൻ ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം ഒരു ടീസ്പൂണോളം ബട്ടറാണ്. അത് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ആ ഒരു അരപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ മിക്സിയുടെ ജാറിലേക്ക് 2 സെക്ഷനായിട്ടാണ് അരച്ചെടുത്തത്. അതും കൂടി ഞാൻ ബാക്കിയുള്ളതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് ആ ഒരു ബട്ടറിലിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കാം. അപ്പം ഒരു ചെറിയൊരു 2-3 മിനിറ്റ് ഇതുപോലെ ഒന്ന് ഇളക്കി എടുത്താൽ മതി. ഇനി ആ മിക്സിയുടെ ജാർ ഒന്ന് കഴുകിയിട്ട് നമുക്ക് ആ ഒരു അരപ്പും ആ ഒരു ബാക്കിയുള്ള വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പം എടുക്കുമ്പം പ്രത്യേകം ശ്രദ്ധിക്കുക, ചെറു ചൂടുവെള്ളമാണ് കേട്ടോ എടുക്കാനുള്ളത്. തിളച്ച വെള്ളം വേണം എടുക്കാൻ വേണ്ടി. കാരണം നമ്മൾ പച്ചവെള്ളം എടുക്കുമ്പോൾ ആ ഒരു ടേസ്റ്റ് മാറിപ്പോവും. ഓൾറെഡി അരപ്പെല്ലാം നന്നായിട്ട് മുരിഞ്ഞിരിക്കുകയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ചെറു ചൂടുവെള്ളം എടുക്കുക. അപ്പോൾ 2-3 മിനിറ്റിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് വഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ആ ഒരു മിക്സർ ജാറിൽ നമുക്ക് എത്രത്തോളം ഗ്രേവി വേണോ അത്രയും എന്താ പറയുക ചെറു ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കുക. പ്രത്യേകം ശ്രദ്ധിക്കുക, പച്ചവെള്ളം ഒരിക്കലും ഒഴിക്കരുത്. അപ്പോൾ അതും കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സി അരപ്പ് നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കുക. കട്ടകളൊക്കെ ഒന്നും ഇല്ലാണ്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. ഇനി നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് തിളച്ച് വരണം. അപ്പോൾ അതിന് വേണ്ടി നമ്മളൊരു വേറൊരു ഇൻഗ്രീഡിയൻറ്റും കൂടി ചേർക്കുന്നത്. ഇതും കൂടി ആഡ് ചെയ്യുമ്പോഴാണ് കേട്ടോ ഈ ഒരു ബട്ടർ ചിക്കന് രുചി ഇരട്ടിയാകുന്നത്. ഇത് സോസാണ്, എന്താ പറയുക ടൊമാറ്റോ സോസ് 1 ടീസ്പൂണോളം ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടി ആഡ് ചെയ്യുമ്പോൾ നല്ലൊരു ടേസ്റ്റ് തന്നെയായിരിക്കും കേട്ടോ. ഇങ്ങനെ ഈ ഒരു രീതിയിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് ആ അരപ്പൊക്കെ ഒന്ന് തിളച്ച് വരുമ്പോൾ അതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കാം. അപ്പം ചിക്കന് എല്ലാം കൂടി ആ ഒരു എണ്ണയും ചിക്കനും എല്ലാം കൂടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കൊന്ന് നന്നായിട്ട് ഇളക്കിയിട്ട് ഏകദേശം ഒരു 5 മിനിറ്റോളം മാത്രം മതി. കാരണം ചിക്കൻ എല്ലാം നന്നായിട്ട് തന്നെ വെന്തിരിക്കുന്നുണ്ടല്ലോ. അപ്പം ഈ ആ ഒരു അരപ്പ് ചിക്കനിലേക്കൊന്ന് നന്നായിട്ടൊന്ന് വരാൻ വേണ്ടി നമുക്ക് ഒരു ഏകദേശം 5 അല്ലെങ്കിൽ 10 മിനിറ്റ് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പം മൂടി കൊണ്ട് അടച്ചിട്ട് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പം ഈ ഒരു ടൈമിൽ ഒരു 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മാത്രം മതി. 5 മിനിറ്റിന് ശേഷം നമുക്കൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ എല്ലാം നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്, കണ്ടോ, നന്നായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. ഈ ഒരു തുറക്കുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലാണ്. ഇനി ഇതിലേക്ക് വേണ്ടത് കുക്കിംഗ് ക്രീമാണ്. ഫ്രഷ് ക്രീമോ കുക്കിംഗോ ഏത് വേണമെങ്കിലും ഇടാവുന്നതാണ്. അപ്പോൾ അതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഗ്യാസ് ഞാൻ ഓഫാക്കിയിട്ടുണ്ട്. ക്രീം ഇട്ടതിന് ശേഷം ഒരിക്കലും എന്താ പറയുക നമ്മളുടെ ഈ ഒരു കറി തിളപ്പിക്കരുത്. അത് പിന്നെ അത് ഒരു പിരിഞ്ഞ പോലെ ആയിപ്പോവും. അതുകൊണ്ട് ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം മാത്രമേ ഇത് നമ്മൾ ക്രീം ഇടാവൂ. അതിന് ശേഷം നമുക്കിത് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ആ ഒരു ചൂടോടുകൂടി തന്നെ ആ ഒരു കുക്കിംഗ് ക്രീം എന്താ പറയുക ഇതായിക്കോളും. അപ്പോൾ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട്, കണ്ടോ, ഇപ്പോൾ തന്നെ നല്ല തിളയുണ്ട്. അപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. മല്ലിയില ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് കൂടിയോ കുറഞ്ഞോ എങ്ങനെയെങ്കിലും ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് അടച്ചു വെക്കാം. എന്നിട്ട് എപ്പോഴാണോ സെർവ് ചെയ്യുന്നത് ആ സമയത്ത് ഇളക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ ഇതേ നമ്മളുടെ ബട്ടർ ചിക്കൻ, അടിപൊളി ബട്ടർ ചിക്കനാണ് കേട്ടോ. നമ്മൾ ആ സോസും കൂടി ആഡ് ചെയ്തുകൊണ്ട് നല്ലൊരു പ്രത്യേക ടേസ്റ്റ് തന്നെ ആയിരിക്കും. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. അപ്പം, ഇടിയപ്പം, പൊറോട്ട, നാൻ, എന്താ പറയുക ഗീ റൈസ് എല്ലാത്തിൻ്റെയും കൂടി നല്ല അടിപൊളി കോമ്പിനേഷനാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കും ഷെയർ ചെയ്യാൻ മറക്കരുത്. മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ്.